റെഡ് ലൈൻ ഹാസ് ബീൻ ക്രോസ്ഡ്. ഇതാണ് ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയയിലും ഉള്ളത്. ഈ റെഡ് ലൈൻ എന്നത് ഇറാൻ ഇസ്രായേലിന്റെ സൊറാക്ക എന്ന ഒരു ആശുപത്രിയിൽ ആക്രമണം നടത്തി. ഈ റെഡ് ലൈനിന് ശേഷം അയത്തുള്ള ഖമേനി ഇനി ജീവനോടെ ഉണ്ടാകാനേ പാടില്ല. അയാളെ കൊല്ലണമെന്ന് ഇസ്രായേലിലുള്ള പല മന്ത്രിമാർ, പല ലോ മേക്കേഴ്സ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയാൻ തുടങ്ങി. പൂർണ്ണമായും ഇറാനെ ബ്ലാക്ക് ഔട്ട് ചെയ്യണം എന്ന് പറഞ്ഞത് മാത്രമല്ല, അയത്തുള്ള ഖമേനിയെ കൊല്ലണമെന്നുള്ള ഒരു ശബ്ദവും ഇസ്രായേലിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനെ എതിർത്ത് എന്തെങ്കിലും സ്വരം ഉയർന്നിട്ടുണ്ടാകണമല്ലോ. തീർച്ചയായും ഉണ്ട്. ഇറാഖിൽ നിന്ന്, ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന്, ഹമാസ് എല്ലാവരും അത് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. റെഡ് ലൈൻ ക്രോസ് ചെയ്തത് യഥാർത്ഥത്തിൽ അടുത്ത ഘട്ടത്തെ നോക്കി ഈ ഒരു യുദ്ധത്തെ കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ അതിന് മുൻപ് ഇസ്രായേൽ നടത്തിയ ആക്രമണം കാരണം റേഡിയേഷൻ ലീക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് IAEA സംഘടന പരിശോധിക്കുന്നുണ്ട്. എന്തൊക്കെ അപ്ഡേറ്റ് വന്നു എന്നുള്ളത് പൂർണ്ണമായും ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഇസ്രായേലിന്റെ കമാൻഡ് ആൻഡ് ഇന്റലിജൻസ് സെന്റർ ഇത് ആശുപത്രിക്കടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ അവിടെയാണ് ആക്രമിച്ചത് എന്ന് ഇറാൻ പറഞ്ഞു. ഞങ്ങൾ ആശുപത്രി ആക്രമിച്ചിട്ടേ ഇല്ല, അതൊരു ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ എന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. അതിനടുത്ത ആക്രമണം നടത്തി എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആശുപത്രിയെ ഞങ്ങൾ ലക്ഷ്യം വെച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ പലരും പറയുന്നൊരു കാര്യം, ഇത് ഇസ്രായേൽ പറയുന്നത് പോലെ തന്നെ ഉണ്ടല്ലോ എന്ന്. കാരണം ഇത്രയും നാൾ ഗാസ പ്രദേശത്ത് അല്ലെങ്കിൽ ലബനിലൊക്കെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഒരുപാട് ആശുപത്രികൾ ഇരയായിട്ടുണ്ട്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ ആശുപത്രികൾക്കടിയിൽ ഹമാസിന്റെ ഹൈഡ് ഔട്ട് പ്ലേസുകൾ ഉണ്ട് എന്ന് പറഞ്ഞാണ് ഇസ്രായേൽ ആക്രമിച്ചത്. അതുപോലൊരു സ്ട്രാറ്റജി ഇപ്പോൾ ഇറാൻ കയ്യിലെടുത്തിട്ടുണ്ട്. ഇറാൻ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി കയ്യിലെടുത്ത ഉടൻ ഇതിനു ശേഷവും അയത്തുള്ള ഖമേനി ജീവനോടിരിക്കാൻ പാടില്ല എന്നുള്ള ശബ്ദമാണ് ഇപ്പോൾ പലയിടങ്ങളിലും ഉയർന്നു വരുന്നത്. ഇന്നലെ പോലും അയത്തുള്ള ഖമേനിയെ കൊല്ലുകയാണെങ്കിൽ സീരിയസ് ആയി തന്നെ പറയുകയാണ്, അനന്തരഫലം വലിയ രീതിയിൽ ഉണ്ടാകും. ഈ അനന്തരഫലങ്ങളെല്ലാം ലോകരാജ്യങ്ങളെല്ലാം നേരിടേണ്ടി വരുമെന്നും പറഞ്ഞിരുന്നു. ഇന്ന് ഇറാഖിലെ ഷിയ വിഭാഗത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് പറഞ്ഞത്, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇറാഖും ചേർന്ന് ഈ യുദ്ധത്തിൽ അമേരിക്കക്കെതിരെയും ഇസ്രായേലിനെതിരെയും യുദ്ധം ചെയ്യേണ്ടതായി വരും. അപ്പോൾ ഇറാന്റെ നേതാവ് അയത്തുള്ള ഖമേനിയെ ലക്ഷ്യം വെച്ച് ഇന്നലെ ഇസ്രായേൽ ചില ആക്രമണങ്ങൾ നടത്തിയിരുന്നു. അതിൽ ഖമേനിക്ക് ഏതൊരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല എന്ന് ഇറാനും സ്ഥിരീകരിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് സംഭവിച്ച ഈ ഹോസ്പിറ്റൽ അറ്റാക്കിലൂടെ ഒരുപാട് കരുനീക്കങ്ങൾ തീർച്ചയായും ചെയ്യപ്പെടും. അടുത്തത് സൈബർ അറ്റാക്ക് ഇറാനിൽ വലിയ തോതിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. ഏതൊക്കെ ഡാറ്റയാണോ ഇല്ലാതാക്കാൻ സാധിക്കുക അവയെല്ലാം ഇസ്രായേൽ ബേസ്ഡ് സൈബർ ഗ്രൂപ്പ് പതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ഉണ്ട്. അതിനെ നോബിടെക്സ് എന്നാണ് പറയുന്നത്. ഈ നോബിടെക്സ് എന്ന ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിൽ നിന്ന് ഏകദേശം $90 മില്യൺ വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഈ ഹാക്കേഴ്സ്. $90 മില്യൺ ഈ നോബിടെക്സ് എന്ന ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിൽ നിന്നും കാണാതായിട്ടുണ്ട്. അതിപ്പോൾ ഞങ്ങളുടെ കൈകളിലേക്ക് വന്നിട്ടുണ്ട് എന്ന് ഈ ഹാക്കേഴ്സ് ഗ്രൂപ്പ് അവരുടെ ടെലഗ്രാം പേജിലൂടെ ഒരു മെസ്സേജ് നൽകിയിട്ടുണ്ട്. ദിസ് ഈസ് ജസ്റ്റ് എ ബിഗിനിങ് എന്നും പറഞ്ഞു. ഇതുപോലെ അനവധി ഹാക്കിംഗ് ഇനി ചെയ്യും. ഇറാനെതിരെ ഞങ്ങൾ ചെയ്യും. ഞങ്ങളുടെ പക്കൽ ഇറാന്റെ പല വിവരങ്ങളുണ്ട്. അപ്പോൾ ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൽ നിന്ന് തന്നെ $90 മില്യൺ ലഭിക്കുമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇറാന്റെ പല അസറ്റ്സിൽ നിന്നും ഞങ്ങൾക്ക് ധാരാളം ഡാറ്റയും എമൗണ്ടും എടുക്കാൻ സാധിക്കുമെന്ന് ഹാക്കേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇസ്രായേൽ ബേസ്ഡ് ഹാക്കേഴ്സ് ആണെന്ന് മാധ്യമങ്ങൾ പറഞ്ഞാലും ഇത് നമുക്കൊണ്ട് അത്ര പെട്ടെന്ന് ഉറപ്പിക്കാനും സാധിക്കില്ല. ഏത് രാജ്യത്തിൽ നിന്നുള്ള എങ്ങനെയുള്ള ഹാക്കേഴ്സ് വേണമെങ്കിലും ഇപ്പോൾ സംഭവിക്കുന്ന യുദ്ധമെല്ലാം പ്രയോജനപ്പെടുത്തി അതവർക്ക് അനുകൂലമാക്കി മാറ്റി എങ്ങനെയുള്ള ഹാക്കിംഗ് വേണമെങ്കിലും ചെയ്യാം. ഇതുപോലെ ഇന്നലെ ഒരു കാര്യം സംഭവിച്ചിരുന്നു. ഇറാനിൽ ചില ഹാക്കിംഗ് സംഭവിച്ചു. ഇറാന്റെ TV ചാനൽസിനെ പോലും ഇസ്രായേലിലെ ഹാക്കേഴ്സ് ഹാക്ക് ചെയ്തിരുന്നു. ഇങ്ങനെ ഹാക്ക് ചെയ്തിട്ട് ചില വീഡിയോസും അതിൽ പബ്ലിഷ് ചെയ്യുന്നു. ആ വീഡിയോസിൽ കാണിക്കുന്നത് അവിടെയുള്ള സ്ത്രീകളുടെ തലമുടി വെട്ടുന്നത് പോലെയും ഹിജാബ് ഇടാത്തത് കൊണ്ട് അവിടെയുള്ള സ്ത്രീകളെ അടിച്ചു കൊല്ലുന്നത് പോലെ. ഇതൊക്കെ കാണിച്ചിട്ട് ഇറാനിൽ ഇങ്ങനെ ഒരു ജീവിതം ജീവിക്കണമോ? ഇറാനിലുള്ള റെജീം അയത്തുള്ള ഖമേനി നിങ്ങളെ അടിമയാക്കിയിരിക്കുകയാണ്. ഇതിനു ശേഷവും നിങ്ങളിങ്ങനെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഇങ്ങനെ സർക്കാരിനെതിരെയുള്ള വീഡിയോസ് പല സ്ഥലങ്ങളിലും ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു യുദ്ധകാലഘട്ടത്തിൽ ഈ ഹാക്കേഴ്സ് 2 വശങ്ങളിലും വളരെ സജീവമായി തന്നെയുണ്ട്. അതും പ്രധാനമായി ഇസ്രായേൽ ഭാഗത്തുള്ള ഹാക്കിംഗ് യൂണിറ്റ് വളരെ ആക്റ്റീവായി ഇറാനെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. ഇറാൻ ഇത് കാരണം വലിയ നഷ്ടങ്ങൾ തന്നെ സംഭവിക്കാനുള്ള അവസരങ്ങളും അവിടെയുണ്ട്. അടുത്ത് ഈ മൊസാദ് എവിടെയെല്ലാം നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ള വിവരം ഇറാൻ ഒഫീഷ്യലായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇറാനുള്ളിൽ മാത്രം മൊസാദ് വന്നു, 50 പേരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് മൊസാദ് ഞങ്ങളുടെ രാജ്യത്തിനുള്ളിൽ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കരുത്.
അറബ് രാജ്യങ്ങളെ മൊസാദ് എല്ലാ രാജ്യങ്ങളിലേക്കും പ്രവേശിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ് മുഴുവനും ഈ മൊസാദിന്റെ നിയന്ത്രണത്തിൽ വന്നിരിക്കുകയാണ്. നമുക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ മൊസാദ് വഴി ഇസ്രായേൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു പ്രചരണം അവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ മൊസാദിന് അറിയാത്ത കാര്യങ്ങളേ ഇല്ല. മിഡിൽ ഈസ്റ്റിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം മൊസാദ് അറിയുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ പതിയെ പതിയെ ഇറാൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. കാരണം എവിടെ സെൻട്രിഫ്യൂജസ് ഉണ്ട്, എവിടെ റിസർച്ചുകൾ നടക്കുന്നു, ഇവയെല്ലാം മൊസാദ് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. എവിടെയാണ് എയർ ഡിഫൻസ് സിസ്റ്റം ഉള്ളത്, എവിടെ ബാറ്ററി ഉണ്ട്, എവിടെയെല്ലാമാണ് റഡാർ സ്റ്റേഷൻസ് ഉള്ളത്, എത്ര സ്ഥലങ്ങളിൽ ടണൽ സ്ട്രക്ചർ ഉണ്ട്, ഇവയെല്ലാം മൊസാദ് കണ്ടെത്തി. എല്ലാം ലിസ്റ്റ് ഔട്ട് തന്നെ ചെയ്തു. ഒന്നോ രണ്ടോ അല്ല, 1 വർഷത്തിന് മുൻപ് തന്നെ ഈ മൊസാദിന്റെ ഹിറ്റ് ലിസ്റ്റ് ആരംഭിച്ചിട്ടുണ്ട്. ആ ഹിറ്റ് ലിസ്റ്റിൽ അവർ നൽകിയിട്ടുള്ള ഓരോ സ്ഥലങ്ങളെ തിരഞ്ഞാണ് അവസാനത്തെ 7 ദിവസത്തിൽ 1100-ലധികം ടാർഗറ്റ്സിനെ ഇസ്രായേൽ അച്ചീവ് ചെയ്തത്. ഈ 1100 ടാർഗറ്റ്സ് എന്ന് പറയുമ്പോൾ ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ ഒരു സൈക്കോളജിക്കൽ വാർഫെയർ ആണ്. പുറമേ നോക്കുമ്പോൾ 1100 ടാർഗറ്റ് എന്നൊക്കെ തോന്നാം, എന്നാൽ ഈ പല വർഷങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു അത്. ഒരുപാട് എഞ്ചിനീയേഴ്സ്, സയന്റിസ്റ്റ്, ഇവരുടെ എല്ലാവരുടെയും ഒരു സ്വപ്ന കോട്ടയായിരുന്നു ഇസ്രായേൽ ഇപ്പോൾ പൊളിച്ചു മാറ്റിയത്. അതായത് വീണ്ടും ഒരു 10 വർഷം പിന്നിലേക്ക് വരെ കൊണ്ടുപോയിട്ടുണ്ട്. പുറമേ നോക്കുമ്പോൾ ഇസ്രായേലിന്റെ ആശുപത്രി ആക്രമിച്ചു, ഹെഡ്ക്വാർട്ടേഴ്സിനെ ആക്രമിച്ചു, ഇതൊക്കെ വലിയ കാര്യമായി തോന്നാം. പക്ഷേ ഉള്ളിലോട്ട് കടന്നു നോക്കിയാൽ ഇസ്രായേലിനുണ്ടായ നാശനഷ്ടത്തെക്കാൾ ഇറാനുണ്ടായ വേദനയും നാശവും വളരെ അധികമാണ്. ഒരുപാട് ന്യൂക്ലിയർ സയന്റിസ്റ്റിനെ അവർ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു റീപ്ലേസബിൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല. ആരാണ് ഇറാനെ വിശ്വസിച്ച് വരിക? ന്യൂക്ലിയർ സയന്റിസ്റ്റ്, ഇവരൊക്കെ രൂപപ്പെട്ട് വരാൻ തന്നെ എത്ര വർഷമെടുക്കും? ഇവയെല്ലാം ഇറാന്റെ ഒരു വലിയ നഷ്ടക്കണക്കിൽ തന്നെ വരും. ഇവിടെ മുതലാണ് ഇറാന് ജീവിതമാണോ മരണമാണോ എന്നുള്ളൊരു പ്രശ്നം ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് സിജയിൽ പോലുള്ള മിസൈൽസ് അവർ അയക്കുന്നത്. നിങ്ങൾ മരിച്ചു വീഴുക അല്ലെങ്കിൽ സറണ്ടർ ആവുക, ഇതവർ പറഞ്ഞ വാക്കാണ്. നിങ്ങൾ മരിക്കുക അല്ലെങ്കിൽ സറണ്ടർ ചെയ്യുക എന്ന്. എന്നിട്ടാണ് ഈ സിജിൽ എന്ന മിസൈൽസ് അയച്ചത്. 7 മിസൈൽസ് മാത്രമല്ലേ അയച്ചുള്ളൂ. ഇത് കാരണം ഇസ്രായേലിന് വലിയ പ്രശ്നം വരുമോ എന്ന് ചോദിച്ചാൽ ഇതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. ഇറാൻ ഏത് മൈൻഡ് സെറ്റിലാണെന്ന് പോലും ആർക്കും അറിയില്ല. 470 മിസൈൽ അയച്ചിട്ട് ഇറാൻ അങ്ങനെ നിശബ്ദരായി കാത്തിരുന്നു, നോക്കിക്കൊണ്ടിരുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിച്ചത് ഇനി വരുന്ന ആക്രമണം പ്രഹരം വളരെ അധികമായിരിക്കും, നാശനഷ്ടങ്ങൾ വർദ്ധിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ അങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയായിരുന്നു. ഇതിൽ ബൾഗേറിയ ചെയ്തത് ടെഹ്റാൻ എംബസി ക്ലോസ് ചെയ്തു. ഇനി നിങ്ങൾ അവിടെ വേണ്ട, ഉടൻ തന്നെ നമ്മുടെ എംബസി ഉദ്യോഗസ്ഥർ പുറത്തേക്ക് കൊണ്ടുവരണമെന്ന് ബൾഗേറിയ അറിയിച്ചിട്ടുണ്ട്. അതേസമയം അവരുടെ നയതന്ത്ര ഉദ്യോഗസ്ഥർ, കുടുംബാംഗങ്ങൾ എല്ലാവരും ബൾഗേറിയ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് അവരുടെ നാട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ എടുക്കുന്നുണ്ട്. ബൾഗേറിയ മാത്രമല്ല, തുർക്കി പോലുള്ള രാജ്യങ്ങളും അവരുടെ സ്റ്റാഫ്സിനെ എല്ലാം സുരക്ഷിതരായിരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ ആയാലും അമേരിക്ക ആയാലും തുർക്കി എല്ലാവരും അങ്ങനെ തന്നെയാണ്. തുർക്കി ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയത് പൊട്ടൻഷ്യൽ കോമ്പാക്ട് റെഡിനെസ്. അവരും ഒരു യുദ്ധത്തിന് തയ്യാറാകുന്ന രീതിയിൽ അവരുടെ സൈന്യത്തെ എല്ലാം തയ്യാറാക്കി വരികയാണ്. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അതിർത്തി ഏരിയയിലുള്ള എല്ലാ രാജ്യങ്ങളിലും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ ബേസ്ഡ് തുർക്കി ബോർഡർ, ആ ഒരു ബോർഡർ വഴി തുർക്കിക്കുള്ളിലേക്ക് ഈ പ്രശ്നം വരാൻ പാടില്ല എന്നതിനു വേണ്ടി അവർ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണത്തെ തുർക്കി ശക്തമായി തന്നെ എതിർത്തു നമുക്കറിയാം. അപ്പോൾ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഇറാനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ തുർക്കി ഒരുപക്ഷെ കളമിറങ്ങേണ്ടതായി വരും. അതുകൊണ്ടാണ് അവിടെയുള്ള അവരുടെ അതിർത്തി പ്രദേശങ്ങളിലെല്ലാം സൈനികരെ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമായ ട്രെയിനിങ് നിങ്ങൾ എടുക്കണമെന്നുള്ള അറിയിപ്പും കൊടുത്തിട്ടുണ്ട്. ഫോറിൻ മിനിസ്ട്രി നാളെ പ്രധാനപ്പെട്ട ചില മീറ്റിംഗ് നടത്താൻ പോവുകയാണ്. ഈ മീറ്റിംഗിന് ശേഷം നല്ലത് സംഭവിക്കുമോ, ഒരു വെടിനിർത്തൽ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. എന്നാൽ ഈ ഒരു യോഗം ആരെ കാണാൻ പോകുന്നു എന്നുള്ള ഞാനിപ്പോൾ പറയാം. ഇത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് അതിനുശേഷം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ, അതായത് ഇപ്പോൾ യുദ്ധം സംഭവിക്കുന്ന ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ ബ്രിട്ടന്റെ ഫോറിൻ മിനിസ്റ്ററുമായി സംസാരിക്കാൻ പോവുകയാണ്. ഫ്രാൻസിന്റെ ഫോറിൻ മിനിസ്റ്ററുമായി, ജർമ്മനിയുടെ, യൂറോപ്യൻ യൂണിയന്റെ, ഇങ്ങനെ ടോപ്പ് നയതന്ത്രജ്ഞന്മാരുമായി സംസാരിക്കാൻ പോവുകയാണ്. ജനീവയിൽ വെച്ച് ഈ ഒരു യോഗം നടക്കും എന്നൊക്കെ പറഞ്ഞാലും ഈ യോഗത്തിൽ ഒരുപാട് ട്വിസ്റ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇതിനകം G7 രാജ്യങ്ങളുടെ യോഗം നടന്നപ്പോൾ അതിൽ ഇസ്രായേൽ ഇറാൻ സംബന്ധിക്കുന്ന കാര്യങ്ങളായിരുന്നു അധികം സംസാരിച്ചത്. മുനീറും ട്രംപും സംസാരിക്കുമ്പോഴും ഇസ്രായേൽ ഇറാൻ പ്രശ്നമായിരുന്നു കൂടുതൽ സംസാരിച്ചത്. ഇപ്പോൾ വീണ്ടും ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ ജനീവയിൽ പോയി സംസാരിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ എന്തെങ്കിലും മാറ്റം സംഭവിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ഗ്രാൻഡ് അയത്തുള്ള അൽ സിസ്താനി, ഇദ്ദേഹമാണ് ഇറാഖിന്റെ ടോപ്പ് ഷിയ ലീഡർ. അപ്പോൾ ഈ ഒരു ഗ്രാൻഡ് അയത്തുള്ള അലി അൽ സിസ്താനി ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അയത്തുള്ള ഖമേനിയെ നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ ഇറാഖ് വെറുതെ ഇരിക്കില്ല, ഇറാഖിന്റെ ആക്രമണത്തിന് നിങ്ങൾ ഇരയാകേണ്ടി വരുമെന്ന്. ടാർഗറ്റ് ചെയ്ത് നിങ്ങൾക്കുള്ളിലെ ഒരുപാട് സ്ഥലങ്ങൾ നശിപ്പിക്കേണ്ടി വരും. നിങ്ങളുടെ എയർബേസ് എല്ലാം ഇവിടെയുണ്ട്,
നിങ്ങൾ സൂക്ഷിച്ചാൽ നല്ലത് എന്നുള്ള ഒരു മുന്നറിയിപ്പും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഇന്ന് IDFന്റെ സ്പോക്സ് പേഴ്സൺ ഈ ആശുപത്രിയിൽ ആക്രമണം നടത്തിയതിനെ കുറിച്ച് ഒരു വീഡിയോ ആയി തന്നെ സംസാരിച്ചു. ഈ ആശുപത്രിയിൽ എങ്ങനെ ഇറാൻ ഒരു ആക്രമണം നടത്തിയെന്നതിനെ കുറിച്ചും ഈ ഹോസ്പിറ്റൽ ഇറാൻ എങ്ങനെ ആക്രമിച്ചു, അത് കാരണം ഞങ്ങൾ തിരികെ ആക്രമിക്കാൻ പോവുകയാണ്, ഇങ്ങനെ അദ്ദേഹം ഒരു വീഡിയോയിലൂടെ തന്നെ പറഞ്ഞു. അപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഒരു വീഡിയോ പുറത്തു വന്നു, ഞങ്ങൾ ആക്രമിക്കാൻ പോവുകയാണ്, ഈ ഒരു ആശുപത്രിയിൽ ഇറാൻ ആക്രമിച്ചു, റെഡ് ലൈൻ ക്രോസ് ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ അവരെ ആക്രമിക്കുമെന്ന് ലോകരാജ്യങ്ങളോട് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. പുടിനും സി ജിൻപിങ്ങും ഫോൺ വഴി കോൺവെർസേഷൻ നടത്തി, സംഭാഷണം നടത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇസ്രായേൽ ഇറാൻ പ്രശ്നമാണ് പ്രധാനപ്പെട്ട ഒരു ടോക്ക്. അടുത്ത ഘട്ടമായി ഈ രണ്ട് രാജ്യങ്ങളും ചേർന്ന് ഇറാന് എങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇതിനകം ചൈനയിൽ നിന്ന് ധാരാളം കാർഗോ ഫ്ലൈറ്റ് ഇറാനുള്ളിലേക്ക് വന്നിറങ്ങിയിട്ടുണ്ട്. ഇറാന് നേരിട്ടും പരോക്ഷമായും ഒരുപാട് സഹായങ്ങൾ ചൈന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സഹായമൊന്നും ചെയ്തില്ലെങ്കിലും ഞങ്ങൾ സപ്പോർട്ട് ഇറാൻ നൽകുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇനി റഷ്യയുടെ സപ്പോർട്ട് കൂടുതലായി ഇറാന് ലഭിക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് വഴിത്തിരിവുകൾ സംഭവിക്കും. അല്ലെങ്കിൽ ഇന്നത്തെ രാത്രി പകരത്തിന് പകരം വീട്ടണം, ആശുപത്രിയിൽ അവർ ആക്രമിച്ചു, അതുകൊണ്ട് തിരിച്ചടിക്കണം എന്നൊക്കെ ചിന്തിച്ചാൽ അടുത്ത ഇസ്രായേലിന്റെ തിരിച്ചടി വളരെ സ്ട്രോങ് ആയി തന്നെ നൽകും. എന്തെങ്ങനെയായാലും തീർച്ചയായും വോയിസ് ഓഫ് വിക്കിയിലൂടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് എല്ലാം ലഭിക്കും. ഇതൊക്കെ നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ വോയിസ് ഓഫ് വിക്കി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.